ഹലോ നമസ്കാരം, ഞാൻ ബാസ്മി കുരിച്ചിറ. ഇത് കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ഫ്യൂവൽ അടിക്കുന്ന പെട്രോൾ പമ്പാണ്. ഇവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് യൂറിയം പാസ് ചെയ്യുന്നത് ഓപ്പണായിട്ട്, അതായത് ആണുങ്ങളൊക്കെ ജെൻസൊക്കെ യൂറിയം പാസ് ചെയ്യുന്ന ഓപ്പണായിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് പോകുന്ന ജെൻസ് ലേഡീസ് ഇവിടെ ചിലപ്പോൾ ഫ്യൂവൽ അടിക്കാൻ പറയുമ്പോൾ ചില സിറ്റുവേഷനിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇതിൽ ഞാൻ ഇവിടുത്തെ സ്റ്റാഫുകളോട് ഞാൻ പറഞ്ഞ് ഇവിടെ ഈ ഓപ്പണായി കിടക്കുമ്പോൾ ലേഡീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ പ്രയാസമല്ല ഇത്. ചില ആൾക്കാർക്ക് ചെറിയൊരു മനപ്രയാസമാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞ് കമ്പനിയോട് ഒരുപാട് പ്രാവശ്യമായി വിളിച്ച് പറയുന്നത്, പക്ഷേ അതിൽ പരിഹരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കമ്പനിയുടെ നമ്പറുണ്ട്, അതിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞ് നോക്കിയത്. അപ്പോൾ ഞാൻ അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തിന്, ഇത് പബ്ലിസിറ്റി ആയിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വെച്ച്. പക്ഷെ നമ്മൾക്ക് റിസൾട്ട് എത്രമാത്രം കിട്ടുമോ നോക്കിയതിന് ശേഷമാണ് ആ ഒരു പബ്ലിക്കായിട്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ ബന്ധപ്പെട്ട് പരിഹാരം കിട്ടാൻ വെച്ചാൽ പിന്നെ വെറുതെ ഒരാളെ മോശക്കാരനാക്കി ആ കമ്പനിയിൽ അതിൽ ഡെപ്യൂട്ടേഷന് ബാധിക്കുന്ന വിധത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടല്ല. അപ്പോൾ ഇവിടുത്തെ ഒരു മാനേജ്മെൻറ്റും ഇവിടുത്തെ കമ്പനിക്കും ഒരു ബിഗ് സല്യൂട്ടാണ്. ഇവിടെ യൂറിയം പാസ് ചെയ്യുന്നത് ഒരു ഓപ്പണായിട്ട് എടുക്കുന്നത്, അതൊരു മറൊക്കെ ആയിട്ട് ഒരു ജെൻസിന് ഒരു യൂറിയം പാസ് ചെയ്യുമ്പോൾ ഒരു മനപ്രയാസം ഇല്ലാതെ നല്ല രീതിയിൽ ഒരു യൂറിയം പാസ് ചെയ്ത് പോവുക. ഇതൊരു പബ്ലിക്കിലേക്കൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താണ്. അപ്പോൾ നമ്മൾ എന്തും നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നല്ല മര്യാദയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനപ്രയാസം ഇല്ലാതെ നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ബൈ. ഇപ്പോൾ ലേഡീസൊക്കെ ഈ ടോയ്ലറ്റിലേക്ക് യൂസ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ ഇത് ഓപ്പണായിട്ട് കിടക്കുകയും ഇപ്പോൾ ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ ഈ പെട്രോൾ പമ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ CNG അടിക്കാൻ പോകുമ്പോൾ CNG വണ്ടിയിൽ നിങ്ങളെ ഒരു അറിവിലൊക്കെ CNG അടിക്കുമ്പോൾ വണ്ടിയിൽ ആളുണ്ടാവാൻ പാടില്ല. അപ്പോൾ പുറത്ത് ചിലപ്പോൾ വണ്ടിയായിട്ട് വരുമ്പോൾ CNG അടിക്കുമ്പോൾ ലേഡീസൊക്കെ പുറത്തേക്കാണ്. ഇവിടെ ഓപ്പണായി കിടക്കുന്ന ടൈമിലാണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ ഒരു പ്രയാസമാണ് ഈ ടോയ്ലറ്റ് യൂറിയം പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിവിടെ കമ്പനിയിൽ പറഞ്ഞപ്പോൾ ശാശ്വത പരിഹാരം കിട്ടി. ബിഗ് സല്യൂട്ട് കമ്പനിക്ക്. ഓക്കെ, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്. ഓക്കെ, അടിപൊളി. പമ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാഫുകളുടെ അടുത്ത് പറയാം, മാനേജ്മെൻറ്റിൽ സംസാരിക്കുക. അതൊന്നും റെഡി ആയില്ലെങ്കിൽ ഇവിടെ ഓരോ പമ്പിലെ നമ്പറുണ്ട്, കമ്പനിയിലേക്ക് ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആ നമ്പർ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളെ അറിവിലേക്കാണ്. ഇപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ്. എനിക്കൊരു മനപ്രയാസമാണ് ടോയ്ലറ്റ് ഓപ്പണായിട്ട് ഇങ്ങനെ പോണ ടൈമിൽ ലേഡീസ് ജെൻസൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നത് ഫ്യൂവൽ അടിക്കാൻ വരുമ്പോൾ CNG പമ്പിലൊക്കെ അടിക്കുമ്പോൾ വണ്ടിയിൽ ആൾ ഉണ്ടാകുന്നില്ല. അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഓപ്പണായിട്ട് ടോയ്ലറ്റ് പോകുമ്പോൾ പ്രയാസമാണ്. ഇതാണ് നമ്പർ. എന്തെങ്കിലും പെട്രോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാഫുകളുടെ അടുത്തൊന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കമ്പനിയിൽ ഡയറക്റ്റായിട്ട്